എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദയുടെ ലളിത സഹസ്രനാമ പഠന ക്ലാസ് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുകയായി. ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ശ്രീനിവാസൻ പന്തലെങ്കിലാണ്. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷെ. നമസ്തേ തിരുമേനി, എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിൽ എഴുന്ന ശക്തി, വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം മഹാദേവേ നമ. ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി. നമ്മളങ്ങനെ ഇന്ന് 54-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 54 സെഷൻസ്, 83 സെഷൻസ് കഴിഞ്ഞു. 54-ാമത്തെ സെഷനാണ്. നമ്മൾ 160-ാമത്തെ ശ്ലോകം ആണ് അവസാനിപ്പിച്ചത്. അപ്പൊ ഇന്ന് 161-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനൽ കനകതാടങ്ക ലീലാവിഗ്രഹധാരിണി. കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനൽ കനകതാടങ്ക ലീലാവിഗ്രഹധാരിണി. ഇവിടെ 862 മുതൽ 865 വരെയുള്ള 4 നാമങ്ങളാണുള്ളത്. അപ്പോ വലിയ വലിയ നാമങ്ങളാണ്. പെട്ടെന്ന് നമുക്ക് നോക്കാം ഓരോന്നാണ്. കാര്യകാരണ നിർമുക്ത. കാര്യകാരണ നിർമുക്ത എന്താണ്? ഈ കാര്യം എന്താണ്? കാരണം എന്താണ്? കാര്യം കാരണത്തിൽ നിന്നും നിശേഷം മുക്തയായവളാണ് വിനിർമുക്ത എന്ന്. നിർമുക്ത എന്ന് പറഞ്ഞാൽ നിശേഷം മുക്തയായവളാണ്. എന്തെന്ന്? കാര്യത്തിൽ നിന്നും കാരണത്തിൽ നിന്നും. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടി. ഇവിടെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ കാര്യം സൃഷ്ടിയാണ്. ഇവിടെ കാരണം എന്ന് പറഞ്ഞാലോ സൃഷ്ടിയുടെ കാരണം. അപ്പോ സൃഷ്ടിയും സൃഷ്ടിയുടെ കാരണവും. സൃഷ്ടി എങ്ങനെയാണ്? നമ്മൾ പഠിച്ചു. മൂലപ്രകൃതി, മൂലപ്രകൃതിയിൽ നിന്നും മഹത്തത്വം, മഹത്തത്വത്തിൽ നിന്നും അഹങ്കാരം, അഹങ്കാരത്തിൽ നിന്നും പഞ്ചഭൂതങ്ങള്, ആകാശം മുതൽ പൃഥ്വി വരെ, പൃഥ്വി അപ്പ് തേജോ വായു ആകാശം, ആകാശത്തിൽ നിന്ന് പിന്നെ പഞ്ചഭൂതങ്ങളിൽ നിന്നും അഹങ്കാരതത്വം ഉണ്ടാവും. അവിടുന്ന് മഹത്തത്വത്തിലായിരിക്കും. മഹത്തത്വത്തിന് മുന്നിൽ ആരാണ്? മൂലപ്രകൃതിയാണ്. ബ്രഹ്മത്തിൽ നിന്നും മൂലപ്രകൃതി വരും. ഇതാണ് സൃഷ്ടിയുടെ സീക്വൻസ്. ഇങ്ങനെ അല്ലാതെ ഒരു സീക്വൻസ് നമുക്ക് കിട്ടില്ല. ഇപ്പോ ഭൂമി വലിയൊരു ചുട്ടുപഴുത്ത ഗോളമായിരുന്നെന്നും അത് അല്ലെങ്കിൽ സൗരയൂഥം അത് പൊട്ടിത്തെറിച്ച് പല ഗ്രഹങ്ങളായി മാറിയെന്നും അപ്പോഴും ജീവന്റെ ഉത്ഭവം കാണാൻ പറ്റുന്നില്ല. ജലത്തിലാണ് ജീവൻ ഉണ്ടായെന്ന് പറഞ്ഞു. ജലം മാത്രമല്ല, പഞ്ചഭൂതങ്ങള്, പഞ്ചതത്വങ്ങൾ വേണം. എന്നാലാണ് ജലം ആ ജീവൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ജീവൻ ജലത്തിലാണ് ഉണ്ടായെന്ന് പറഞ്ഞെങ്കിലും ആ ജീവന്റെ കാരണമായിട്ടുള്ള ആ കാരണം എവിടുന്ന് വന്നു? അതുകൊണ്ടാണ് കാരണ ജലധി എന്ന് ആ ജലത്തിന് തന്നെ പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും നമുക്ക് ശാസ്ത്രത്തിൽ പോയാൽ കിട്ടില്ല, മറ്റൊരു പുസ്തകങ്ങളിലും കിട്ടില്ല. ഇത് എല്ലാറ്റിനെയും കോംപ്രഹെൻഡ് ചെയ്യുന്നതാണ് ഈ സനാതനധർമ്മം. ഇതിനകത്ത് എല്ലാം വരും. ഇപ്പൊ നമ്മൾ കരുതിക്കൊള്ളുക, മറ്റു മതസ്ഥര് എന്തെങ്കിലും ചീത്തയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ദൈവവും നമ്മുടെ ദൈവവും ഒന്നും വേറെയല്ല. അവരെ രാക്ഷസരാണ്, രാക്ഷസ കുലത്തിലുള്ള ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു കൂട്ടരായിട്ട് കണക്കാക്കുക. കാരണം സനാതന ധർമ്മത്തിന്റെ കുടക്കീഴിൽ വരാത്ത ഒന്നും ഈ ഭൂമിയിലില്ല, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാം ഈ തത്വങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടാണ് വരുന്നത്. കാരണം ഇത്രയും സൃഷ്ടിയും സ്ഥിതിയെയും പരിപാലനത്തെയും സംഹാരത്തെയും അതുപോലെ തന്നെ ലയത്തെയും പിന്നെ തിരോധാനത്തെയും വീണ്ടും കൊണ്ടുവരുന്നതും
അതിനുശേഷം ആ കൊണ്ടുവന്ന ആളുകളുടെ കർമ്മങ്ങൾ കാരണം ഓരോ ദേഹത്തിലും അത് ആ പ്രാണൻ, ആ ബ്രഹ്മം തന്നെയായിട്ട് ആ പ്രാണൻ ഇരിക്കുന്നതും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് അവരതൊക്കെ അനുഭവിച്ച് വീണ്ടും തിരിച്ചു പോകുന്നതും ഇത്രയും കൃത്യമായിട്ട് ഒരു കാര്യത്തിലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇതിലും വലിയൊരു എക്സ്പ്ലനേഷൻ ഇല്ല. കാരണം ഒരു കമ്മീഷനും മേടിക്കാത്ത, ഒരു കാര്യങ്ങൾക്കും ഭൂമിയോ ഒന്നും വേണ്ട, കിട്ടുന്ന ഭക്ഷണം കഴിക്കാനുള്ള അന്നം, താമസിക്കാനുള്ള ഒരു കുടില് മാത്രം, അതും അവര് വനത്തിലാണ് ചെയ്തിരുന്നത്. അങ്ങനത്തെ ദിഷണാശാലികളായിട്ടുള്ള മുനിശ്രേഷ്ഠന്മാരെ എഴുതി തന്നതാണിത്. അതും ഒരാളല്ല, അനേകായിരം ആളുകൾ അവരുടെ തപസ്യയിലൂടെ ഡൗൺലോഡ് ചെയ്ത ഫാക്ട്സ് ആണ്. അപ്പോ അതിനകത്ത് യാതൊരുവിധ തെറ്റും വരാൻ സാധ്യതയില്ല. കാരണം അത് സനാതനമായിട്ട് കിട്ടിയതാണ് അവർക്ക്. അവിടുന്നാണ് അവർ എഴുതി വെച്ചത്. അപ്പോ ഇവിടെ ദേവിക്ക് കാര്യവുമില്ല, കാരണവുമില്ല. ദേവി സൃഷ്ടിയല്ല. എന്നാലോ ദേവി സൃഷ്ടിയുടെ കാരണവുമല്ല. കാരണം അതിൻ്റെയൊക്കെയും മുന്നെയാണ് ദേവി. അപ്പോ കാരണമാവുന്നത് സൃഷ്ടി ചെയ്യണമെന്നുള്ള ആശ മനസ്സിൽ ഉദിച്ച് ഒന്നായിരിക്കുന്ന ബ്രഹ്മം രണ്ടായി പിരിയുന്നു, ശിവനും ശക്തിയും. അതിനുശേഷം അവിടുന്നാണ് ആ ശിവന് ശക്തിയായിട്ട് ദേവി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ശക്തി കൊടുക്കുന്നു. അവിടുന്ന് പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നു. അവിടുന്നാണ് നമ്മളെ മൂലപ്രകൃതി മുതൽ പിടിച്ച് നമ്മളെ പിന്നെ പൃഥ്വി വരെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടത്. ഇത് നമ്മൾ ഓരോ പ്രാവശ്യവും കണ്ടതാണ്. പരുത്തിച്ചെടി വസ്ത്രം പറയുമ്പോൾ വസ്ത്രം എവിടുന്ന് വന്നു? വസ്ത്രം വന്നത് നൂലിൽ നിന്നാണ്. നൂല് എവിടുന്ന് വന്നു? അത് പരുത്തിച്ചെടിയിൽ നിന്നാണ്. പഞ്ഞിയിൽ നിന്നാണ് വന്നത്. പഞ്ഞി എവിടുന്ന് വന്നു? അത് പരുത്തിച്ചെടിയിൽ നിന്നാണ് വന്നത്. പരുത്തിച്ചെടി എവിടുന്ന് വന്നു? വിത്തിൽ നിന്നാണ് വന്നത്. വിത്ത് എവിടുന്ന് വന്നു? അത് ഭൂമിയിലിട്ടപ്പോൾ മുളച്ചു വന്നു. ഭൂമി എവിടുന്ന് വന്നു? ഭൂമിയുടെ കാരണം എന്താണ്? ഒരു സ്റ്റെപ്പ് പിറകിൽ പോയി കഴിഞ്ഞാൽ പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശം എന്നാണ്. ജലത്തിൽ നിന്നാണ്. ജലം എവിടുന്ന് വന്നു? ജലത്തിന്റെ കാരണം ഏതായിരുന്നു? തേജോ, അഗ്നിയാണ്. അഗ്നിയുടെ കാരണം ഏതായിരുന്നു? വായു ആയിരുന്നു. വായുവിന്റെ കാരണം സ്പേസ്. അവിടെ നിന്നാണ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത്. ബ്രഹ്മാണ്ടം ഒറിജിനേറ്റ് ചെയ്യുന്ന സ്പേസിലാണ്. അതാണ് ആകാശം. ആകാശത്തിന് അപ്പുറത്തേക്ക് തിരിഞ്ഞാൽ നമ്മള് ആരെ കണ്ടെത്തും? അഹങ്കാര തത്വത്തെ കണ്ടെത്തും. സൃഷ്ടി വരണമെന്നുള്ള ആ തത്വം. അത് കഴിഞ്ഞാൽ മഹത്തത്വത്തെ കണ്ടെത്തും. മഹത്തത്വത്തിന്റെ അപ്പുറത്ത് മൂലപകുതിയായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ഭാവം കാണും. അത് കഴിഞ്ഞ് ബ്രഹ്മമായി മാറും. അപ്പോ ഈ സീക്വൻസ് ആണ് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. എന്തെടുത്താലും, ഉടുത്തിരിക്കുന്ന വസ്ത്രം മുതൽ പിടിച്ച് എന്ത് എടുത്താലും ഇതാണ് കാണുന്നത് നമുക്ക്. അപ്പോ പ്രപഞ്ചത്തിന്റെ എല്ലാ സൃഷ്ടികൾക്കും കാര്യകാരണ ബന്ധമുണ്ട്. എന്നാലോ ദേവിക്ക് ഇതിനൊന്നും ബന്ധമില്ല. ദേവി എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്ത്രം ഉണ്ടായതുപോലെ കണക്കാക്കി പോവാൻ പറ്റുമോ? ആ ദേവി ഭൂമിയിൽ നിന്നുണ്ടായി, ഭൂമി ജലത്തു നിന്നുണ്ടായി, ജലം വായുവിൽ നിന്നുണ്ടായി, അഗ്നിയിൽ നിന്നുണ്ടായി, അഗ്നി വായുവിൽ നിന്നുണ്ടായി. പോവില്ല. അപ്പോ കാരണമില്ല. കാര്യകാരണമില്ലാതെ ഒന്നും ഇവിടെ നടക്കില്ല. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യവും കാരണവും ഉണ്ട്. അത് ആ കാര്യത്തിനും കാരണമുള്ള ബന്ധങ്ങളൊക്കെ ബന്ധനങ്ങളാണ്. അതിനൊക്കെ അപ്പുറത്താണ് ദേവി. അതുകൊണ്ട് ദേവി സൃഷ്ടിക്കും സൃഷ്ടിയുടെ കാരണത്തിനും അപ്പുറത്താണ് ദേവി. അതിൽ നിന്നൊക്കെ നിർമുക്തയാണ്, നിശേഷം മുക്തയായവളാണ് ദേവി. അപ്പോ ബ്രഹ്മചൈതന്യമാണ് ദേവി എന്നർത്ഥം. ശുദ്ധ ചൈതന്യം. ബാക്കിയൊക്കെ ഭ്രമമാണ്. ഈ സൃഷ്ടിയൊക്കെ ഭ്രമമാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അത് മാർക്കണ്ഡേയ മുനിക്ക് കാണിച്ചു കൊടുത്തതാണ്. പ്രളയം കാണിച്ചു കൊടുത്തിട്ട്, അല്ലെ? ഭാഗവതത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഭ്രമമാണ് നമ്മുടെ. ശരിക്കും ഇതിന്റെ ശുദ്ധ ചൈതന്യമാണ് എല്ലാമായിരിക്കുന്നത്. അതുകൊണ്ട് ദേവി കാര്യകാരണ നിർമുക്ത. ഇത് പല പ്രാവശ്യം നമ്മള് ഇത് പഠിച്ചതും പറഞ്ഞതുമാണ്. അതുകൊണ്ട് വീണ്ടും നീട്ടുന്നില്ല. 863 നാമം കാമകേളി തരംഗിത. കാമകേളി തരംഗിത. കാമൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീ പരമേശ്വരനാണ്. അപ്പൊ ആ ശ്രീ പരമേശ്വരന്റെ ലീലകൾക്ക് തരംഗമായവൾ. അപ്പോ ശരിക്കും ദേവിയാകുന്ന മഹാസമുദ്രത്തിന്റെ തിരകളാണ് കാമേശ്വരന്റെ ലീലകള്. കാമേശ്വരൻ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ടും ആടുന്ന ലീലകളൊക്കെ ദേവിയാകുന്ന ആ മഹാസമുദ്രത്തിലെ തരംഗങ്ങൾ മാത്രമാണ്. ഇപ്പോ ശിവന്റെ ലീലകൾക്ക് ശക്തി കൂടിയേ കഴിയൂ. ശക്തി ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് ശക്തിയായിട്ട് ബ്രഹ്മം രണ്ടായി മാറുന്നത്. ദേവി എന്ന ബ്രഹ്മം രണ്ടായി മാറുന്നത് തന്നെ ആ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ്.
അപ്പോ ആ പരശിവന് ഒന്നായിരിക്കുന്ന ആ ബ്രഹ്മത്തിന് രണ്ടാവാൻ തോന്നുന്ന അവസ്ഥയില്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആവാൻ തോന്നുന്ന അവസ്ഥയില് അതിന് ശക്തി കൊടുക്കുന്നത് ദേവിയാണ്. പ്രേരക ശക്തി ഇല്ലാതെ സൃഷ്ടി നടക്കില്ല, കർമ്മം നടക്കില്ല. അതുകൊണ്ട് ദേവിയാണ് ആര്? ആ പരമശിവന്റെ കാമകേളികൾക്കൊക്കെ തരംഗമായിട്ട് വർത്തിക്കുന്നത് ദേവിയാണ്. അപ്പോ ഇവിടെ ശിവശക്തി സംയോഗത്തെയും വേണമെങ്കിൽ നമുക്ക് കുറിക്കാം. കാരണം കുണ്ടലിനി ശക്തി മൂലാധാര ചക്രത്തിൽ നിന്നും ഉയർന്ന് ഷഡാധാര ചക്രങ്ങളെ ഭേദിച്ച് സഹസ്രാര പത്മത്തിൽ എത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ ശിവനുമായിട്ട് രമിക്കുമ്പോൾ ഉണ്ടാവുന്ന സുധാസാരാഭിവർഷിണി എന്നുള്ള നാമമൊക്കെ നമ്മൾ കണ്ടു. അപ്പോ ആ ആനന്ദ തരംഗത്തിനെയും ഇവിടെ കാമകേളി തരംഗിത എന്ന് പറയാം. കാരണം സാധകന്റെ മനസ്സിലുണ്ടാകുന്ന അമൃത വർഷം കൊണ്ടുണ്ടാകുന്ന തരംഗങ്ങളാണ്. ആ തരംഗങ്ങൾക്ക് കാരണം ആരാണ്? ദേവിയാണ്. അപ്പോ ശരിക്കും ഉണ്ടാകുന്ന ആ തരംഗങ്ങളാണ് ഇവിടെ കാമകേളി തരംഗിത, അങ്ങനെയും നമുക്ക് പറയാം. അപ്പോ ശ്രീപരമേശ്വരന്റെ സകല ലീലകൾക്കും കേന്ദ്രമായിട്ടുള്ള തരംഗങ്ങളായി വർത്തിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവി കാമകേളി തരംഗിത. അതുപോലെ തന്നെ കുണ്ടലിനിയുടെ സഹസ്രാര ചക്രത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന അമൃതധാരയിൽ ഉണ്ടാകുന്ന ആനന്ദ തരംഗങ്ങളെയും ഇവിടെ കാമകേളി തരംഗിത എന്ന് പറയുന്നു. അപ്പൊ ദേവി എന്തായാലും അതിനെ മഹാമൈഥുനം എന്നൊക്കെയാണ് പറയുക. കുണ്ടലിനി സഹസ്രാര ചക്രത്തോടു കൂടി യോജിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ അതിശക്തമായിട്ടുള്ള അമൃതധാരയ്ക്ക്. അപ്പോ അത് കാമകേളി തന്നെയാണ്, കാമകേളി തരംഗിത. അപ്പൊ ഇവിടെ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മാംസാധിഷ്ഠിതമായിട്ടുള്ള കാമത്തെ അല്ല ഇവിടെ പറയുന്നത്, കാമകേളി തരംഗിത. ഇനി 864 നാമം കനൽ കനക താടങ്ക. കനൽ കനക താടങ്ക. കനത് എന്നാണ് കനൽ എന്നുള്ള ഇവിടെ വരുന്നത്. ലായും തായും അങ്ങനെ ലോപിച്ചു വരുന്നതാണ്. കനത്. കനത് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന, പ്രദീപ്തമായ. അപ്പൊ കനൽ എന്നുള്ള വാക്കും അത് തന്നെയാണ് വന്നിരിക്കുന്നത്, മലയാളം വാക്ക്. പ്രദീപ്തമായ, ജ്വലിക്കുന്ന, ശോഭിക്കുന്ന എന്നൊക്കെ അർത്ഥമാണ് ഇതിന് കനൽ എന്നുള്ളതിന്, കനത്ത് എന്നുള്ളതിന്. ഇനി കനകം എന്ന് പറഞ്ഞാലോ സുവർണം, സ്വർണം, തങ്കം, അല്ലെ? അപ്പോ കനത് കനക, കനത് കനക താടങ്ക. ദേവിയുടെ താടങ്കങ്ങൾ നേരത്തെ കണ്ടതാണ് നമ്മള്. താടങ്കയുകളീഭൂത തപനോടുപമണ്ഡല, അല്ലെ? ആ നാമത്തിൽ. അപ്പൊ ഇവിടെ ദേവിയുടെ സ്ഥൂല വർണ്ണനയാണ് വരുന്നത്. കനൽ കനക താടങ്ക, ശോഭിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള കനകം കൊണ്ടുള്ള സ്വർണമയമായിട്ടുള്ള താടങ്കങ്ങൾ അണിഞ്ഞ് കാതിലെ തോടകൾ അണിഞ്ഞവൾ എന്നാണ് ഇവിടെ ശരിക്കും വാക്യാർത്ഥത്തിൽ വരുന്നത്. കനൽ കനക താടങ്ക എന്ന് പറഞ്ഞാൽ അപ്പോ ശോഭിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഈ സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള തോടകളോട് കൂടിയവൾ ദേവി. ഇനിയോ ശരിക്കും താടങ്കയുകളീഭൂത തപനോടുപമണ്ഡല എന്ന് പറഞ്ഞപ്പോ നമ്മൾ കണ്ടു കഴിഞ്ഞു ദേവിയുടെ രണ്ട് തോടകളും എന്താണ്? താടങ്കങ്ങൾ എന്താണ്? തപനനും ഉടുപതിയുമാണ്. തപനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഉടുപൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളാണ്, നക്ഷത്രങ്ങളുടെ അധിപനാണ് ചന്ദ്രൻ. അപ്പോ ഉടുപതി എന്ന് പറഞ്ഞാൽ ആരാണ് അവിടെ? ചന്ദ്രൻ. അപ്പൊ സൂര്യനും ചന്ദ്രനുമാണ് ദേവിയുടെ രണ്ട് താടങ്കങ്ങള്. ആലോചിച്ച് നോക്കൂ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നയിക്കുന്നത്, ചരാചരങ്ങൾക്ക് ശക്തി പകരുന്നത്, വെളിച്ചം കൊടുക്കുന്നത്, മനസ്സിനെ സ്വാധീനിക്കുന്നത് എല്ലാം സൂര്യനും ചന്ദ്രനുമാണ്. ആ രണ്ടും ദേവിയുടെ രണ്ട് തോടകളാണെന്ന് പറഞ്ഞു. ഇത് ലളിതാ സഹസ്രനാമം മാത്രമല്ല, പല പുരാണങ്ങളിലൊക്കെ എഴുതി വെച്ചതാണത്. അപ്പോ സൂര്യനും ചന്ദ്രനും തന്റെ തോടകളായിട്ട് അണിഞ്ഞിരിക്കുന്ന ആളാണ് ദേവി. അങ്ങനെയുള്ള ദേവി നോക്കൂ, അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ ഗ്രഹപ്പിഴ, ചൊവ്വാദോഷം, ശനിദോഷം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഈ ശാസ്ത്രീയമായിട്ടുള്ള ജ്യോതിഷം അറിയാത്ത പലരും പലതും പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. എന്നിട്ട് പറയും ആ പരിഹാരം ചെയ്യൂ. ആയിരക്കണക്കിന് ഉറുപ്യ എടുത്തിട്ട് മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ട് വിശ്വാസം ഇല്ലാണ്ടേക്കും. അത് ഒടുക്കം സംഭവിക്കുമ്പോ നമ്മൾ പറയും അയ്യോ ഇതിലൊന്നും ഒരു കാര്യമില്ല, ദൈവത്തിൽ വിശ്വസിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരെയും പഴിച്ചിരിക്കും. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൂര്യനും ചന്ദ്രനും ദേവിയുടെ തോടാണ്. ആ ദേവിയെ ഭജിച്ചു കഴിഞ്ഞാൽ ഏത് ഗ്രഹങ്ങളാണ് ജനന സമയത്ത് എന്ത് വിഘ്നങ്ങളുള്ള ഗ്രഹങ്ങൾ ഉണ്ടായാലും ആ ഗ്രഹങ്ങളൊക്കെ ശരിയായ രീതിയിൽ നിൽക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്തായിരിക്കും? ആ ദേവിയുടെ ഭജന തന്നെ. കാരണം ഇത് പണ്ട് കാലത്ത് നോക്കി നോക്കൂ,
ഗൃഹങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഗൃഹങ്ങളിലും ദേവി മാഹാത്മ്യം പുസ്തകം ഉണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ദേവി മാഹാത്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാര്യം തന്നെ അങ്ങനെയല്ലേ? പറയുന്നത് എങ്ങനെയാണ്? ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ. ആപത്ത് വരുമ്പോൾ ദേവി മഹാത്മ്യത്തിൽ ദുർഗയാണ്. ദുർഗ എന്താണ്? ദുർഗതി നാശിനിയാണ് ദുർഗ. അപ്പോ ശരിക്കും നമ്മളെ പോലെയുള്ള ആളുകൾക്ക് പ്രാപഞ്ചിക ദുഃഖങ്ങളിലും അതുപോലെ തന്നെ കർമ്മങ്ങളിലും പെട്ടുഴലുന്ന നമ്മൾക്കൊക്കെ ശരിക്കും ദുർഗാ ഭഗവതി വേണം, ദേവി മഹാത്മ്യം വേണം. 3 രൂപത്തിലും ദുർഗയും ലക്ഷ്മിയും സരസ്വതിയുമായിട്ട് വിളങ്ങി നിൽക്കുന്ന ആ ദേവി മഹാത്മ്യം തന്നെ വേണം. അതാണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് എല്ലാ നിങ്ങളുടെ ദുർഗതികളും മാറ്റിത്തരുമെന്ന്. ഇത് 12ാം അധ്യായത്തിലെ ഒരു ശ്ലോകം ഞാൻ ചൊല്ലിയിട്ട് പറയാം. ശാന്തി കർമ്മണി സർവത്ര തഥാ ദുസ്വപ്ന ദർശനേ ഗ്രഹപീഡാസു ചോഗ്രാസു മാഹാത്മ്യം ശൃണുയാൻ മമ. ദേവി മാഹാത്മ്യം ശൃണുയാൻ മമ എന്നത് ആരാ പറയുന്നത്? സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ആര് പറഞ്ഞതാണ്? ഭീഷ്മ പിതാമഹൻ. അപ്പൊ അതിന്റെ ഫലപ്രാപ്തി ആര് പറഞ്ഞതാണ്? ഭീഷ്മ പിതാമഹൻ. ലളിതാ സഹസ്രനാമം ആര് പറഞ്ഞതാണ്? വശിന്യാദി ദേവതകള്, അല്ലെങ്കിൽ നമുക്ക് പറയാം വിഷ്ണു രൂപിയായിട്ട് പിന്നെ ഹയഗ്രീവമൂർത്തി വന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലശ്രുതി ആരാ പറയുന്നത്? ഹയഗ്രീവമൂർത്തി, അല്ലാന്നുണ്ടെങ്കിൽ വശിന്യാദി ദേവതകള്. പക്ഷെ ഇവിടെ ദേവി മഹാത്മ്യത്തിൽ ആരാണ് പറയുന്നത്? ദേവി ഉവാച എന്നാണ് പറയുന്നത്. ആരാണോ ഉപാസിക്കേണ്ടത് ആ ദേവി തന്നെയാണ് ഫലശ്രുതി തരുന്നത്. ഇതിലും തേർഡ് പാർട്ടിയുടെ റെക്കമെൻഡേഷൻ ഇല്ല അവിടെ. അത്രയും പവിത്രമായ ഗ്രന്ഥമാണ് ദേവി മാഹാത്മ്യം. പക്ഷെ അത് വായിച്ച് പഠിക്കാൻ അതിനെയും കുറേയൊക്കെ അതിൽ കുറെ ആദ്യങ്ങൾ, കുറെ ശ്ലോകങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് നവാക്ഷരി മന്ത്രമുണ്ട്. പിന്നെ 108 വട്ടം ജപിക്കണം. ഇങ്ങനെയൊക്കെ അതിന്റെ ചിട്ടകൾ, അതൊക്കെ മന്ത്രസിദ്ധി ഉള്ളവന്. ശരിക്കും ഭക്തിയോടുകൂടി പാരായണം ചെയ്യുന്ന ഒരാൾക്ക് 9 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ അത് പാരായണം ചെയ്ത് തീർക്കാന്ന് മാത്രമേ വേണ്ടുള്ളൂ. അതിനൊരു ചിട്ടയുണ്ട്. ആദ്യത്തെ ശ്ലോകം, അത് എല്ലാ ശ്ലോകങ്ങളും വേണ്ട, 3 അധ്യായങ്ങൾ കവചവും അതുപോലെ തന്നെ പിന്നെ 3 ചൊല്ലിയതിനു ശേഷം നമുക്ക് ആദ്യത്തെ ദേവി മഹാത്മ്യം ആദ്യത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെയാണ് അത് അവസാനിപ്പിക്കേണ്ടത്. അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ എന്ന് നാരായണീ സ്ഥിതി ചൊല്ലുക, ഇതൊക്കെ നമ്മൾ പല വർഷവും എഴുതിയിട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ പുസ്തകം തൊടാൻ പാടില്ല, തെറ്റാൻ പാടില്ല ചൊല്ലിക്കഴിഞ്ഞ. അത് കഴിഞ്ഞാൽ മന്ത്രോപദേശം വേണം, അല്ലെങ്കിൽ ദേവി മഹാത്മ്യം തൊടാൻ പാടില്ല. സ്ത്രീകൾക്ക് പാടുകയില്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശാന്തി കർമാണി സർവത്ര തഥാ ദുസ്വപ്ന ദർശനേ. സർവത്ര ശാന്തി വേണോ? അതോ ദുസ്വപ്നങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ? ഗ്രഹപീഡാസു ചോഗ്രാസു, ഗ്രഹങ്ങളുടെ പീഡ നിങ്ങളെ അലട്ടുന്നുണ്ടോ? മാഹാത്മ്യം ശൃണുയാൻ മമ, കേട്ടാ മതി, ചൊല്ലുകൂടി വേണ്ട. ആ പുസ്തകത്തെ നമ്മള് ഉച്ചാടനം ചെയ്തു ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. പണ്ട് അഷ്ടമംഗല ഗ്രന്ഥം എന്നാ പറഞ്ഞിരുന്നത്. അഷ്ടമംഗലങ്ങൾ വെക്കുമ്പോ അഷ്ടമംഗല്യത്തിന്റെ താലത്തിൽ അഷ്ടമംഗളായിട്ടുള്ള വസ്തുക്കൾ വെക്കുമ്പോ ആദ്യം ഗ്രന്ഥം എന്ന് പറഞ്ഞ ദേവി മഹാത്മ്യായിരുന്നു. അത് പോയി. അപ്പൊ ഇവിടെ ദേവി തന്നെയാണ് തന്റെ പിന്നെ ഫലശ്രുതി പറഞ്ഞിരിക്കുന്നത്. ദേവി ഉവാച എന്നാണ് പറയുന്നത്. സ്വയം പ്രത്യക്ഷമായിട്ട് പറയുന്നതാണ്. ശരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ദേവി മഹാത്മ്യം പഠിക്കാൻ പറ്റും വിശദമായിട്ട് ക്ലാസ്സുകളിലൂടെ എന്ന് വിചാരിക്കുക. എന്നാലും ആദ്യം പഠിക്കേണ്ടത് ദേവി മഹാത്മ്യമാണ്. അതിനുശേഷം മുക്തിപ്രദായിനിയാണ് ലളിതാ സഹസ്രനാമം. എല്ലാ ശ്ലോകങ്ങളും എല്ലാം തരും തരും എന്നൊക്കെ പറഞ്ഞാലും അവസാനമൊക്കെ പറയുന്നത് മുക്തിദായിനിയാണ് ത്രിപുരസുന്ദരി എന്നുള്ളതാണ്. അപ്പോ ശരിക്കും ചിലർ പറയും, അയ്യോ ഇതൊക്കെ ഘോരരൂപങ്ങളല്ലേ, ദേവി മഹാത്മ്യത്തിൽ കാളിയല്ലേ, ഘോരരൂപിണിയല്ലേ, ഇനി ത്രിപുരസുന്ദരി ആണെങ്കിലും കുറച്ച് ശാന്തിയുള്ളതാണല്ലോ, ലളിതാ സഹസ്രനാമം വായിക്കാം. അങ്ങനെയൊന്നുമില്ല. ഭക്തന്റെ ഹൃദയത്തിലെ ഭക്തനെ നിശേഷം ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കുന്ന രൂപങ്ങളാണ് ഇതൊക്കെ രണ്ടാണെങ്കിലും. ഒന്ന് നിങ്ങൾക്ക് പറയാം, എന്താണ് ഹൈഡ്രജൻ ഇപ്പൊ ക്ലോറിൻ ആണെന്ന് പറയാവുന്ന. ഇപ്പൊ ലളിതാ സഹസ്രനാമം ക്ലോറിൻ ആണ്. ക്ലോറിൻ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും, പുറത്തേക്ക് പോവില്ല. അവിടെ ഇരുന്നിരുന്ന് പതുക്കെ 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 മൃത്യുവാകും. അത് ഓരോ സാധനങ്ങളും അങ്ങനെയാണ്. അതേസമയത്ത് രൂക്ഷഗന്ധമുള്ള ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള ഗ്യാസുകൾ ശ്വസിച്ചാലും മരിക്കും. പക്ഷേ ആളുകൾ അത് വരുന്നതിന് മുന്നേ ഓടി രക്ഷപ്പെടും, കാരണം രൂക്ഷഗന്ധമാണ്.
രൂപത്തിന്റെ ഭാവം നിങ്ങൾ ശ്വസിച്ചു കഴിഞ്ഞാൽ മുക്തി തന്നെയാണ് ലക്ഷ്യം. അത് ഉഗ്രരൂപിയായിട്ടുള്ള കാളി എന്ന് വന്നാലും, അല്ലെങ്കിൽ കാരണം കാളിയെ ആരാധിച്ചിരുന്ന ഏറ്റവും വലിയ ദക്ഷിണ കാളിക എന്നുള്ള ശിവന്റെ ശിരസിൽ നെഞ്ഞത്ത് ചവിട്ടി നിൽക്കുന്ന കാളികയെ, നാക്ക് പുറത്തിട്ടിരിക്കുന്ന ദക്ഷിണേശ്വർ ക്ഷേത്രത്തിലെ കാളികയെ ആരാധിച്ചിരുന്നായിരുന്നു ആര്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. ആ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ദേവി അല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള അവസ്ഥ വന്നു. അദ്ദേഹത്തിന് ദേവിയെ കാണണം, പ്രത്യക്ഷ ദർശനം കിട്ടണം എന്നും. അതിനുവേണ്ടി സാധന ചെയ്യും, മറ്റെല്ലാം ഉപേക്ഷിച്ചു, ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ലക്ഷ്യം. അപ്പോഴും കുടുങ്ങിക്കിടന്നു, ദേവിയെ കാണുക എന്നുള്ളത്. ആ അവസ്ഥയിലാണ് തോത്താപൂരി വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, വലിച്ചു കീറി കളയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ കാളിയെ കാണേണ്ട ആവശ്യമില്ലാണ്ട് അദ്ദേഹം ശരിക്കും ബ്രഹ്മജ്ഞാനിയായി മാറുകയാണ്. അപ്പോ ഇതൊക്കെ ഉപായങ്ങളാണ്. ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്താനുള്ള ഉപായങ്ങളാണ് ഇതെല്ലാം. കുറെ കാലം കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട. ശരിക്കും നിങ്ങൾക്ക് സിദ്ധി നേടിക്കഴിഞ്ഞാൽ ഇനി ഒന്നും വായിക്കേണ്ടാത്ത ആവശ്യം വരും. പക്ഷെ ഒന്നുമില്ലാതെ ആ ഒന്നുമില്ലായ്മയിലേക്ക് എത്താൻ പറ്റില്ല. എല്ലാം കണ്ടിട്ട് വേണം അവിടെ എത്താൻ. എന്തെങ്കിലും IAS ആയതിനു ശേഷം പറയണം, ഈ IAS ശരിയല്ല, ഞാൻ IAS ഉപേക്ഷിക്കുകയാണെന്ന്. ഈ IAS എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതിന്റെ അർത്ഥം IAS ഇഷ്ടമാണ്, കിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കാൻ വയ്യ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകുന്നതിന്റെ അർത്ഥമേ ഇതാണ്. അല്ലെങ്കിൽ പിന്നെ ബ്രഹ്മജ്ഞാനിയായിട്ട് പ്രഹ്ലാദനെ പോലെയോ അങ്ങനെയൊക്കെ ജന്മം കിട്ടണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ഉപാസന ചെയ്തിട്ടാണ് ആ സിദ്ധിയിലേക്ക് എത്തിയത്. രമണ മഹർഷി ഉപാസന ചെയ്തിട്ടാണ് സിദ്ധിയിലേക്ക് എത്തിയത്. ഒന്നും വേണ്ടാത്ത അവസ്ഥയിലെത്തി. എല്ലാം ജ്ഞാനം തനിയെ വരും. അതാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കനൽ കനക താടങ്ക, ആ താടങ്കങ്ങള് സൂര്യനും ചന്ദ്രനുമാണ്. പിന്നെയുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും, ചൊവ്വയും ബുധനും വ്യാഴവും ശുക്രനും ഒക്കെ സൂര്യനും ചന്ദ്രനിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ശക്തികളാണ് ജ്യോതിഷ പ്രകാരം. അപ്പൊ 12 രാശിചക്രങ്ങളില് പറയുമ്പോ ശരിക്കും സൂര്യന്റെയും ചന്ദ്രന്റെയും 6 ഭേദങ്ങളായിട്ടാണ് മറ്റുള്ള രാശിചക്രങ്ങളിൽ വരുന്ന എല്ലാം വരുന്നത്. സൂര്യനും ചന്ദ്രനും ദേവിയുടെ താടങ്കങ്ങളാണ് വെച്ചാൽ, ദേവിയെ ഭജിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ഗ്രഹപ്പിഴകളും ഉണ്ടാവുന്നതിന് പോകാൻ വഴിയുണ്ടെങ്കിൽ പോകും. വേറെ ആർക്കും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഈ അജ്ഞാനികൾ പരത്തിയിട്ടുള്ള ഇതിലൊന്നും കുടുങ്ങാതെ ഈ ഗ്രന്ഥങ്ങളൊക്കെ വീണ്ടും കൊണ്ടുവരിക, വായിക്കാൻ തുടങ്ങുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോ കനൽ കനക താടങ്കായി നമ എന്നുള്ള ദേവിയുടെ നാമം. ഇനി 865 നാമം ലീലാ വിഗ്രഹധാരിണി. ഇപ്പൊ നമ്മൾ കണ്ടു കാമകേളി തരംഗിത എന്നുള്ള നാമം. ലീലാ വിഗ്രഹധാരിണി. അപ്പോ ലീലയായിട്ട് ശരീരങ്ങളെ ധരിച്ചവൾ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ശരീരം. നേരത്തെയും കണ്ടു നമ്മള്. വിഗ്രഹം എന്ന് പറഞ്ഞ ശരീരം. ഓരോ രൂപങ്ങളും ദേവി എടുക്കുന്നത് ലീലയായിട്ടാണ്. ദേവി ഇതാണോ? അല്ല. ദേവി ശുദ്ധ ബ്രഹ്മമാണ്. പക്ഷെ ദേവി ഓരോ രൂപങ്ങളെടുത്ത് ഓരോ കാര്യത്തിനും സ്വന്തം ഇഷ്ടപ്രകാരം ലീലകൾ ആടുന്നതാണ്. ആരും പറഞ്ഞിട്ടൊന്നുമല്ല. ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ദേവി വിളിക്കുമ്പോൾ ദേവി സ്വഇച്ഛ ഓരോ രൂപങ്ങൾ എടുക്കുന്നതാണ്. അപ്പോ ദേവകാര്യാർത്ഥമായിട്ടും ഭക്തന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും ദേവി പല പല ഘട്ടങ്ങളില് പല പല രൂപങ്ങൾ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ കാളിയുടെ രൂപം എടുക്കും, ചിലപ്പോ അംബികയുടെ രൂപം എടുക്കും. അങ്ങനെ പല രൂപങ്ങളും എടുത്ത് ആടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശരിക്കും ദേവി ജഗദംബിക രൂപരഹിതയാണ്. അപ്പൊ ത്രിമൂർത്തികളായിട്ട് ദേവി തന്നെയാണ്, ദേവന്മാരായിട്ട് ദേവി തന്നെയാണ്, അസുരന്മാരായിട്ട് ദേവി തന്നെയായിട്ട്, മനുഷ്യന്മാരായത് ദേവി തന്നെയാണ്. അതൊക്കെ ചൈതന്യം ദേവിയാണ് ഇതിന്റെയൊക്കെ ഉള്ളിലുള്ള. അതുപോലെ തന്നെ ചന്ദ്ര സൂര്യ നക്ഷത്രങ്ങള് ദേവിയുടെ ത്രിനേത്രങ്ങളാണെന്ന് പറയും. രണ്ട് കണ്ണും സൂര്യനും ചന്ദ്രനും, മധ്യത്തിലുള്ളത് അഗ്നിയുമാണെന്ന് പറയും. അപ്പോ സൂര്യ നക്ഷത്രങ്ങള്, ഖഗോളങ്ങള്, ഈ കാണുന്ന ബ്രഹ്മാണ്ഡ ഗോളങ്ങൾ മുഴുവൻ, പഞ്ചഭൂതങ്ങള്, അതിൽ സൃഷ്ടി ഉണ്ടാവുന്നത്. ഇതൊക്കെ ദേവിയാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ദേവി ലീലകളാടുകയാണ്. അതുകൊണ്ട് ദേവി ലീലാ വിഗ്രഹധാരിണി. പലതരത്തിലുള്ള രൂപങ്ങളെടുത്ത് പഞ്ചഭൂതങ്ങളായിട്ടും ആകാശമായിട്ടും അതുപോലെ തന്നെ ജലമായിട്ടും ഇന്ദ്രനായിട്ടും അതുപോലെ ത്രിമൂർത്തികളായിട്ടും ഇങ്ങനെ അസുരന്മാരായിട്ടും ദേവന്മാരായിട്ടും ഒക്കെ ദേവി തന്നെ ആടുന്ന ലീലകളാണ് ഈ കാണുന്നത് മുഴുവൻ. സൃഷ്ടിയും അത് തന്നെ, സ്ഥിതിയും അത് തന്നെ, സംഹാരവും അത് തന്നെ. അതുകൊണ്ട് ദേവി ലീലാ വിഗ്രഹധാരിണി. ഓം ലീലാ വിഗ്രഹധാരിണ്യേ നമ. ശ്ലോകം 162. ഇത് കഴിഞ്ഞു. 161 കഴിഞ്ഞു. 62ലേക്ക് പോവാം. ഓം അജാക്ഷയ വിനിർമുക്ത
മുഗ്ധാക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അജാക്ഷയ വിനിർമുക്ത മുഗ്ധാക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. 866 മുതൽ 871 വരെയുള്ള 6 നാമങ്ങളാണ്. ഓരോന്നായിട്ട് കാണാം. അജ. അജ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീലിംഗമാണ്. അജ എന്ന് നീട്ടി വായിക്കണം. അജാ ക്ഷയ വിനിർമുക്ത. അജാക്ഷയ അല്ല, അജാക്ഷയ വിനിർമുക്ത എന്ന് നമ്മൾ വായിക്കുമ്പോൾ. അപ്പോ അജ എന്ന്, അജഹ എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ലിംഗമാണ്. ഇപ്പൊ വിഷ്ണുവിനെയോ അതുപോലെ തന്നെ ഗണപതിയെയോ ഒക്കെ സൂചിപ്പിക്കാനെങ്കിൽ അജഹ എന്ന് പറയും. അതേസമയത്ത് അജ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ് ഇവിടെ. ഇനി അജം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. അത് നപുംസകലിംഗമായി മാറും. ഇപ്പൊ സംസ്കൃതത്തിലെ കുറച്ച് ബേസിക് ആണ് അതൊക്കെ. ഇപ്പോ അജ, ജനനമില്ലാത്തവള്. ദേവി അജയാണ്, ജനനമില്ല. നേരത്തെ കാര്യകാരണ ഒരേ കാര്യങ്ങൾ തന്നെയാണ്. കാര്യകാരണ നിർമുക്ത എന്ന് കണ്ടു. ജനനമില്ലാത്തവളാണ് ദേവി അജ. അപ്പൊ എന്താണ് ദേവി? അനാദിയാണ് ദേവി. ജനനമില്ല എന്നുണ്ടെങ്കിൽ അനാദിയാണ് ദേവി, അല്ലെ? അപ്പോ ദേവി അനാദി മധ്യാന്തരഹിതയാണ്. ആദിയുമില്ല, മധ്യവുമില്ല, അന്തവുമില്ല. അപ്പൊ ദേവി എന്താണ്? ശുദ്ധബ്രഹ്മമാണ്, ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി. ദേവിക്ക് ജനന മരണങ്ങൾ ഇല്ല. നിത്യ എന്നൊരു നാമം പഠിച്ചു നമ്മള്. നിത്യ പരാക്രമാടോപ നിരീക്ഷണ സമുത്സുക എന്നുള്ള നാമം പഠിച്ചു നമ്മള്. നിത്യയാണ് ദേവി. അപ്പൊ ദേവി അജാ, ജനനമില്ലാത്തവളാണ്, ജനിക്കാത്തവളാണ് ദേവി. ശരിക്കും എന്താണ്? മുൻപില്ലാത്ത ഒന്നിനെയാണ് ജനനമുള്ളൂ. നേരത്തെ ഇല്ലാത്തൊരു സാധനം നമ്മൾ കാണുമ്പോൾ അത് ജനിച്ചു എന്ന് പറയും നമ്മൾ. ഇതൊക്കെ നമ്മുടെ സങ്കല്പമാണ് കേട്ടോ. നേരത്തെ ഇല്ല. ഇപ്പൊ ഒരു പശു ഇല്ല, ആ പശു നിങ്ങളുടെ വീട്ടില് ഒരു കുട്ടിയില്ല, ആ പശുവിന് കുട്ടിയെ പ്രസവിച്ചാൽ ഒരു കുട്ടി ജനിച്ചു. അപ്പൊ ഇല്ലാത്തൊരെണ്ണം ജനിച്ചു. ദേവി ഇല്ലാത്തതാണോ? അല്ല. ദേവിക്ക് എന്നും ദേവി ഉണ്ട്. അപ്പൊ ദേവി ഒരിക്കലും ജനിക്കുന്നില്ല. അതുകൊണ്ട് ദേവി അജ. വളരെ എളുപ്പമാണ്. അപ്പൊ മുൻപ് ഇല്ലാത്ത ഒന്നിനെ ജനനമുള്ളൂ. ഈ പ്രപഞ്ചം തന്നെ ദേവിയിൽ നിന്നും, അല്ലെങ്കിൽ ദേവിയിലെ ആരോപിതമാണ്, അധിഷ്ഠിതമാണ് ദേവിയില്. അപ്പൊ ദേവി, പ്രപഞ്ചം ഉണ്ടാക്കിയത് ദേവിയാണ്. അപ്പൊ ഇവിടെ ജനിക്കുന്നതൊന്നും ദേവിക്ക് ബാധകമല്ല. ദേവി അതിൻ്റെയൊക്കെ മുന്നെയാണ്. ഇനിയോ അപ്പൊ പറയും പാർവതിയും കാളിയും സരസ്വതിയും ത്രിപുരസുന്ദരിയും ഒക്കെ ആയിട്ട് ഈ വന്നിരിക്കുന്നത് ദേവി തന്നെ അല്ലേ, അത് ജനിച്ചതല്ലേ എന്ന്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, ലീലാ വിഗ്രഹധാരിണി, ലീലകളാണത്. സ്വയേച്ഛയാ ആ ബ്രഹ്മം ഇങ്ങനെ വരികയാണ് തനിക്ക് വേണ്ടിയിട്ട്. അത് ജനിക്കും മരിക്കുമല്ല, കർമ്മബന്ധങ്ങളിൽ കുടുങ്ങി ജനിക്കും മരിക്കുമല്ല, തനിയെ വരുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് പറയുന്നത്? അജാ എന്ന്, അല്ലെ? അപ്പോ ശരിക്കും നമ്മളൊക്കെ എന്താണ്? അസ്വതന്ത്രരാണ്, സ്വതന്ത്രരല്ല നമ്മള് പൂർവജന്മങ്ങളായിട്ടുള്ള കർമ്മങ്ങളില് ബന്ധിതമായിട്ട് ജനിക്കാനും ദേഹമെടുക്കാനും, പല പല ദേഹങ്ങൾ എടുക്കാനും, പുഴു മുതൽ മനുഷ്യൻ വരെയുള്ള പല ദേഹങ്ങൾ എടുക്കാനും നിർബന്ധിതരായവരാണ് നമ്മൾ. അപ്പൊ ദേവിക്ക് അത് പ്രാരാബ്ധമാണ്. ആ പ്രാരാബ്ധം അനുഭവിച്ചാണ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ കുറെ പ്രാരാബ്ധങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സെൽഫ് റിയലൈസേഷൻ, നാം തന്നെയാണ് ബ്രഹ്മം എന്നുള്ള ആ റിയലൈസേഷൻ ഉണ്ടാവും. പിന്നെ ജന്യമൃതികൾ ഉണ്ടാവില്ല. ദേവി എന്നുള്ള റിയലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ജന്യമൃതികൾ, അതിന്റെ അർത്ഥം ദേവി ജന്യമൃതികൾ ഇല്ലാത്ത ഒരു സംഭവമാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ദേവി അജാ, ഇച്ഛയ ആടുന്ന ലീലകളാണ് ദേവിയുടെ. അല്ലെങ്കിൽ എല്ലാം ദേവി തന്നെയാണ്. ദേവിക്ക് ജനനമില്ല. ഇനി ജനനമില്ലെങ്കിലോ? ക്ഷയവിനിർമുക്ത, 867 നാമം. ജനനമില്ല. ഇനി ജനിച്ച ആളുകൾക്ക് ഉള്ളതുപോലെയാണ്. ജനിച്ച ആളുകൾക്കുള്ളതാണ് എന്താണ്? ക്ഷയം. ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ നശിക്കുക, മരിക്കുക, നശിച്ചു പോവുക. ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം, മരണം എന്നൊക്കെയാണ്. അപ്പൊ ജനനമേ ഇല്ല. ഇനി വീണ്ടും പറയുന്നു 867 നാമത്തില് ക്ഷയവിനിർമുക്ത. വിനിർമുക്ത എന്ന് പറഞ്ഞാൽ വിശേഷേണ നിതരാം മുക്ത. തീർത്ഥം മുക്തയാണ് ദേവി. എന്തെന്ന്? ക്ഷയത്തിൽ നിന്ന്. വിശേഷേണ നിതരാം മുക്ത. അല്പം പോലും ക്ഷയമില്ലാത്തവളാണ് ദേവി. ആർക്കാണ് ക്ഷയവും മരണവും ഒക്കെ ഉണ്ടാവുക? എങ്ങനെയാണ്? ജാതസ്യഹി ധ്രുവോ മൃത്യു, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ജനിച്ച വസ്തുക്കൾക്കാണ് നാശം. തീർച്ചയാണത്. അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കിയിട്ടും കാര്യമില്ല. അത് വരും, ആ സമയത്ത് വരും. അനുഭവിക്കാൻ കുറവേ ഉള്ളൂങ്കിൽ നമ്മൾ പല കാരണങ്ങളും കണ്ടിട്ട് അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ കുറച്ചും കൂടിയും എക്സ്റ്റെൻഡ് ചെയ്ത് പോവും അതിനെ. പക്ഷേ ആ പ്രാരാബ്ധം ഒടുങ്ങുന്നത് വരെ നമുക്കൊക്കെ ജീവിച്ചേ പറ്റൂ.
അപ്പൊ ദേവി ഇവിടെ ജാതസ്യാഹി ധ്രുവോ മൃത്യു എന്ന് ഭഗവത്ഗീത പറയുന്നത് തന്നെ ഇതാണ്, ജനിച്ച വസ്തുക്കൾക്ക് നാശമുണ്ടെന്ന്. ദേവിയാണെങ്കിലോ ആത്മസ്വരൂപമാണ്, ബ്രഹ്മസ്വരൂപമാണ്, അവ്യയമാണ്, നിത്യമാണ്, സനാതനമാണ്. ആരുണ്ടാക്കിയതല്ല, തനിയെ വന്നതാണ്. അതുകൊണ്ട് ദേവിക്ക് നാശമില്ല. ക്ഷയവിനിർമുക്ത. നൈനം ചിന്തന്തി ശസ്ത്രാണി, നൈനം ദഹതി പാവക, ന ചൈനം ക്ലേദയന്ത്യാപോ, ന ശോഷകതി മാരുത. ബ്രഹ്മത്തിനെ, ആത്മാവിനെ നൈനം ചിന്തന്തി ശസ്ത്രാണി, ശസ്ത്രം കൊണ്ടോ അസ്ത്രം കൊണ്ടോ ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല. അഗ്നിയിലും ദഹിച്ചു പോവില്ല, അതുപോലെ തന്നെ വായുവിലും നശിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് ഭഗവത്ഗീത. അപ്പൊ അത് തന്നെയാണ് വേറെയും ഭഗവത്ഗീതയിൽ ഇതേപോലത്തെ അർത്ഥങ്ങളുള്ള ശ്ലോകങ്ങൾ വരുന്നുണ്ട്. അപ്പോ ബ്രഹ്മത്തെ, ആ തത്വത്തെ ക്ഷയിപ്പിക്കാൻ ആർക്കും പറ്റില്ല. ക്ഷയവിനിർമുക്ത. ഇനി 868 നാമം മുഗ്ധ. മുഗ്ധ. മുഗ്ധ എന്ന് പറഞ്ഞാൽ സൗന്ദര്യവതി. ആക്ച്വലി സുന്ദരവിഡ്ഢി എന്നുള്ള അർത്ഥവും മുഗ്ധ എന്നുള്ളതിനുണ്ട്. അവിടെ അതിവിടെ എടുക്കണ്ട. മുഗ്ധ എന്ന് പറഞ്ഞാൽ സൗന്ദര്യവതി. ഈ സൗന്ദര്യം എവിടുന്നാണ് ദേവിക്ക്? തന്റെ ചൈതന്യം. തന്റെ ചൈതന്യമാണ് എല്ലാവരെയും ദേവി ആ ചൈതന്യം കൊണ്ടാണ് മോഹിപ്പിക്കുക. ഇപ്പൊ ഒരാളെ കണ്ട് മറ്റൊരാൾക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ ആ ദേവിയുടെ ചൈതന്യം അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കൂടെ ഇപ്പൊ വളരെ മോശമായിട്ടുള്ള ഒരാളെ ചിലപ്പോ മറ്റൊരാൾക്ക് ഇഷ്ടം തോന്നും. വേറൊരാളുടെ കണ്ണു കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണില്ല. അപ്പൊ ആ ചൈതന്യം ആർക്കാണോ കാണാൻ പറ്റുന്നത് അവർക്ക് അവരോട് അനുരാഗം തോന്നും, ഇഷ്ടം തോന്നും. അപ്പോ എല്ലാവരെയും ആകർഷിക്കുന്ന ആ ചൈതന്യം ദേവിയാണ്. എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന ആ ചൈതന്യം ദേവിയാണ്. അതുകൊണ്ട് ദേവി എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു എന്ന സൗന്ദര്യമുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവി മുഗ്ധ എന്നുള്ള പറയുന്നു. അപ്പോ ശരിക്കും നമുക്കൊക്കെ പ്രിയപ്പെട്ടത് എന്താണ്? ആത്മസ്വരൂപം. എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആത്മസ്വരൂപത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അത് ചെയ്യും സുഖം കിട്ടുമെന്ന് നോക്കും, അത് വീണ്ടും ചെയ്യും സുഖം കിട്ടുമെന്ന് നോക്കും. ഇതൊക്കെ ചെയ്ത് സുഖം കിട്ടാത്ത പറയും സുഖം കിട്ടുകയില്ല, കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും പിന്നെ ശാശ്വതമല്ല. കുറെ കാലം യൂത്ത് ആവുമ്പോൾ പറയും എൻജോയ് ചെയ്യണം. കുറെ എൻജോയ് ചെയ്തിട്ട് പെട്ടെന്ന് അതൊക്കെ കൂട്ടിയിട്ട് അരിയേഴ്സ് ആയിട്ട് അസുഖം വരും. എന്നാലും ചിലപ്പോൾ മരിച്ചുപോയി എന്ന് വരില്ല. അപ്പൊ അങ്ങനെ ആ ദശ വരുന്ന സമയത്ത് അവർക്കൊക്കെ തോന്നും അയ്യോ ഇതൊന്നും അല്ല, എൻജോയ് ചെയ്തിട്ട് ഇതാണല്ലോ വന്നത്. അപ്പൊ മറ്റൊരുത്തൻ പറയും കണ്ടോ എൻജോയ് ചെയ്യാണ്ടിരുന്നിട്ട് അവന്റെ ദശതാണ്, പിന്നെ ഞാൻ എൻജോയ് ചെയ്തൂടെ എനിക്ക്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഓരോ ലോജിക്സ് ആണ്. ശരിക്കും എന്താണ് ഇതെല്ലാം? ആത്മസ്വരൂപത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് പരമാനന്ദം. ആ പരമാനന്ദം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അത് പല മെത്തേഡുകളിലൂടെ പരമാനന്ദത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോ എല്ലാവർക്കും എന്താണ് വേണ്ടത്? ആ പരമാനന്ദം, ആ ചൈതന്യം. ആ ചൈതന്യം തന്നെയാണ് ആകർഷണം. ആ ചൈതന്യമാണ് മുഗ്ധ എന്ന് പറയുന്ന ദേവിയുടെ സൗന്ദര്യം. ഇനിയോ ആ ചൈതന്യം പോയി കഴിഞ്ഞാൽ എന്താണ്? ശിവം പോയി കഴിഞ്ഞാൽ ശവമായി, സത്ത് പോയി കഴിഞ്ഞാൽ ചത്തുപോയി, പിന്നെ ഒന്നുമില്ല, ചാപ്റ്റർ ക്ലോസ്ഡ്. അപ്പോ അതാ മുഗ്ധ എന്ന് പറയുന്നത് ദേവിയുടെ ചൈതന്യമാണ് എന്നറിയാ. വെറും സൗന്ദര്യമല്ല, ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമല്ല. കാരണം ദേവി തന്നെ ചൈതന്യ സ്വരൂപിണിയാണ്. അതുകൊണ്ട് മുഗ്ധ എന്നുള്ള നാമം വായിക്കുമ്പോ മനസ്സിൽ ഓടിയെത്തണം, ഇത് ദേവിയുള്ള ചൈതന്യമാണ്. അത് എൻ്റെ ദഹരാകാശത്തില്, എൻ്റെ ഹൃദയ കുഹരത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എന്നുള്ള അബോധം ഉദിക്കണം. അത് ഉദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് മുഗ്ധായ നമ എന്ന് പ്രാർത്ഥിച്ച് 869 നാമത്തിരിക്കുക. ക്ഷിപ്രപ്രസാദിനി. വീണ്ടും എളുപ്പമുള്ള നാമം ക്ഷിപ്രപ്രസാദിനി. വേഗത്തില് പ്രസാദിക്കുന്നവളാണ് ദേവി. കാരണം എന്താണ് ദേവി? ആദ്യത്തെ നാമം എന്താണ്? ശ്രീമാതാ. ദേവി അമ്മയാണ്. അവസാന നാമം എന്താണ്? അംബിക. ആയിരാമത്തെ നാമം ത്രിപുരാംബിക. അംബിക എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ദേവി ശ്രീമാതയാണ്. അതുകൊണ്ട് മക്കളോട് അതീവ വാത്സല്യമുള്ളവളാണ്. അപ്പൊ മക്കൾ, കുട്ടികള്, അമ്മ ജഗദംബിക. അപ്പോ മക്കൾ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും, കുട്ടികൾ പ്രത്യേകിച്ചും അമ്മമാര് അവരെ കുറച്ചൊക്കെ ശാസിച്ചു വെച്ചാലും ഒന്ന് അമ്മയെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തരളിത ഹൃദയരായിട്ട് ഓടിച്ചെല്ലും, അല്ലെ? അപ്പോ ക്ഷമിക്കും, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുകയും ചെയ്യും. അതാണ്. ഇതേ ശിശുവും അമ്മയും പോലെയുള്ള ബന്ധം വേണം. ശിശുവിന് അമ്മയോട് എന്ത് നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമാണോ അതേ സ്നേഹം വേണം ഉപാസകന് ദേവിയോട്, ശ്രീമാതയോട്.
അപ്പൊ എന്താ ഉണ്ടാവുന്നത്? എല്ലാം പുറത്തോളും. ആ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ, ആ എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ, അമ്മ ഉണ്ട് എന്നുള്ള വിചാരമാണ് എപ്പോഴും കുട്ടിക്ക് ഉണ്ടാവുക. ആ വിചാരം ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു പേടിയില്ല. പിന്നെ അത് തന്നെയാണ് വേണ്ടത്. അത് ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ നമ്മളുടെ ബോധമണ്ഡലം വളർന്ന് ഞാൻ അമ്മയേക്കാൾ വലുതാണ്, ഞാൻ അച്ഛനേക്കാൾ വലുതാണ് എന്ന് പറയുമ്പോൾ ധാരാളം പേടി വന്നു തുടങ്ങും. എന്തിനേയും പേടിക്കും. ഒറ്റയ്ക്കാവുന്നതോടുകൂടി പേടി മാത്രമായി മാറും. അപ്പോ ഇത് തന്നെയാണ്, അമ്മ തന്നെ ശരണം എന്നുള്ളത് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നിനെയും പേടി തോന്നില്ല. ആ കുട്ടിയുടെ അവസ്ഥയിൽ എത്തണം. അപ്പോഴാണ് ക്ഷിപ്രപ്രസാദിനി എന്നുള്ള. അല്ലാണ്ട് എന്ത് തോന്നിവാസവും ചെയ്തിട്ട് ഏയ് ദേവി ക്ഷിപ്രപ്രസാദിനിയാണ്, ഞാൻ ദാ വിളിച്ച അവിടെ വരും. പ്രയാസമേറിയിട്ടുള്ള ഉപാസന ക്രമങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഈ അവസ്ഥയിലെത്തിയ ശിശുവിന്റെ അവസ്ഥയിലുള്ള സമർപ്പണ മനോഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രയാസമേറിയിട്ടുള്ള ഉപാസനക്രമങ്ങളോ ദീർഘമുള്ള തപസ്യകളോ പിന്നെ കാശോട് കാശ് ധനം ചെലവഴിച്ചിട്ട് ഇങ്ങനെ എല്ലാം ചെയ്യുക, ഇതൊന്നും വേണ്ട അമ്മ പ്രസാദിക്കാൻ. ആ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി മതി. അതുകൊണ്ട് ക്ഷിപ്രപ്രസാദിനിയാണ് അമ്മ. ഇവിടെ ശങ്കരാചാര്യർ വീണ്ടും വീണ്ടും പറഞ്ഞ ശ്ലോകമാണ്, ഒന്നുകൂടി ചൊല്ലാം. സൗന്ദര്യലഹരിയിലെ ഭവാനിത്വം ദാസേ മൈ വിതര ദൃഷ്ടിം സകരുണ ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനിത്വമിതിയാ തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവിം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദാം. എന്താ അവിടെ പറയണത്? ഭവാനി ത്വം ദാസേ എന്നാണ് ഭക്തൻ പറയാൻ ഉദ്ദേശിച്ചത്. ഭവാനി, അല്ലയോ ഭവാനി, അങ്ങയുടെ ദാസനായ എനിക്ക്, ഇത്രേ പറഞ്ഞുള്ളൂ. അത് കേട്ടപ്പോഴേക്കും ദേവി എന്താ കരുതിയത്? അല്ലയോ ഭവാനി, അങ്ങയുടെ ദാസനായ എന്നിൽ സകരുണമായ ദൃഷ്ടി പതിപ്പിക്കണേ എന്ന് സ്തുതിക്കുമ്പോഴ് ഭവാനിത്വം എന്ന് കേട്ടപ്പോ ഞാൻ അയ്യോ ഭക്തനാ വന്നിട്ട് ഇതാ ചോദിക്കണു എനിക്ക് ഭവാനിത്വം തരണമെന്ന്, അമ്മയുടെ ആത്മസ്വരൂപം എനിക്ക് തരണം എന്നാണ് ചോദിക്കണമെന്ന് കേട്ട് ദേവി അവിടെ ചാടി വീഴാണ്. എന്നിട്ട് എന്താ ചെയ്യണേ? മുകുന്ദ ബ്രഹ്മേന്ദ്രാദികൾക്ക് കൊടുത്തിട്ടുള്ള സ്ഫുടമകുട നീരാജിത പദം കൊടുക്കും എന്നാണ് പറയുന്നത്. ഇതാണ് ക്ഷിപ്രപ്രസാദം. ദാസൻ വന്നിട്ട് സ്വന്തം ബ്രൈബ് ചെയ്യാൻ വന്നതാണ്, അല്ലെങ്കിൽ ബെഗ് ചെയ്യാൻ വന്നതാണ്. ഭവാനിത്വം ദാസേ മൈ വിതര സൃഷ്ടിം സകരുണ. ആ ദൃഷ്ടിയിൽ അന്ന് എന്നെ കൂട്ടിയിട്ട് എന്നെ രക്ഷിക്കണേ, അല്ലയോ ദേവി എന്ന് പറയാൻ, എന്നെ എന്ന് പറയാൻ ചെന്നപ്പോ ദേവി ബ്രഹ്മം തന്നെയാണ്, ദേവി ബ്രഹ്മസ്വരൂപിണിയാണ്. ഭവാനിത്വം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ത്വം എന്ന് പറഞ്ഞാൽ ദേവിയുടെ സ്വരൂപം എന്താണ്? ബ്രഹ്മസ്വരൂപം. അപ്പൊ ഭവാനിത്വം, ഈ ദാസന് ഭവാനിത്വം തരൂ എന്നാണ് പറഞ്ഞതെന്ന് കേട്ടിട്ട് ദേവി എന്ത് ചെയ്തു? മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദം കൊടുത്തു എന്നാ പറയുന്നത്. ഇതാണ് ക്ഷിപ്രപ്രസാദം, ക്ഷിപ്രപ്രസാദിനി. വളരെ രസകരമായ നാമങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉണ്ടല്ലോ, സ്വയം നമ്മൾ അനലൈസ് ചെയ്യും ഓരോ കാര്യം ചെയ്യുമ്പോഴും. ഇവിടെ അത് ഓർക്കുക ഇതൊക്കെ. ഇനി 870 നാമം അന്തർമുഖ സമാരാധ്യ. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാമാണ് അന്തർമുഖ സമാരാധ്യ. അടുത്ത നാമവും അത് തന്നെയാണ്, ബഹിർമുഖ സുദുർലഭ. രണ്ട് നമ്മൾ പെട്ടെന്ന് പറയാം. അന്തർമുഖ സമാരാധ്യ. അന്തർമുഖരായ അന്തർമുഖമായിട്ട് ആരാധിക്കപ്പെടേണ്ടവളാണ് ദേവി. ദേവി അന്തർമുഖമായിട്ട് ആരാധിക്കപ്പെടേണ്ടവളാണ്. അപ്പോഴാണ് ദേവി ശരിക്കും പ്രത്യക്ഷയാവൂ. അന്തർമുഖരായിട്ട് ആരാധിക്കണം. അതുപോലെ തന്നെ അന്തർമുഖരായ ഭക്തന്മാർ, അന്തർമുഖരായ ആരാധിക്കുന്നത് ആരായിരിക്കും? അന്തർമുഖരായ ഭക്തന്മാരാണ്. അവർക്ക് സമ്യക്കായിട്ട് ആരാധിക്കാൻ കഴിയുന്നവൾ. അന്തർമുഖരായിട്ടുള്ള ഭക്തന്മാർക്ക് നല്ലപോലെ ആരാധിക്കാൻ കഴിയുന്നവൾ അന്തർമുഖ സമാരാധ്യ. അല്ലെങ്കിൽ അന്തർമുഖമായിട്ട് ആരാധിച്ചാൽ നന്നായിട്ട് പ്രത്യക്ഷപ്പെടുന്നവള് അന്തർമുഖ സമാരാധ്യ. രണ്ടായാലും ഒരേ അർത്ഥമാണ്. ഇനി അന്തർമുഖര എന്ന് പറഞ്ഞാൽ എന്താ? ഈ അവൻ ഭയങ്കര അന്തർമുഖനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ലാണ്ട് അവനവന്റെ കാര്യം മാത്രം നോക്കി മിണ്ടാണ്ടിരിക്കുന്നവരെയാണ് നമ്മൾ അന്തർമുഖര എന്ന് പറയുക. അവരുടെ മനസ്സിൽ ഏത് നേരത്തും തിരമാലകളായിരിക്കും ചിന്തകളുടെ. പറയുന്നവന്റെ തിരമാലകൾ ചിലപ്പോൾ ഒടുങ്ങും വേഗം. അതേസമയത്ത് പറയാത്തവന്റെ മനസ്സിൽ ചിന്തകളോട് ചിന്തകളായിരിക്കും. അതാ രാത്രി രാത്രി വർത്താനം പറയാൻ നിർത്തില്ല. അപ്പൊ ചിന്തകൾ വന്നു കഴിഞ്ഞാലോ പോവാതെ ഇരിക്കും അത് മനസ്സിന്ന്. അപ്പൊ അന്തർമുഖരാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അന്തർമുഖർ എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുന്നവരെയല്ല അന്തർമുഖർ എന്ന് പറയാ. എന്താണ് അന്തർമുഖൻ? ഉള്ളിലേക്ക് തിരിച്ച മുഖം.
എവിടേക്ക്? ഉള്ളിലുള്ള പരമചൈതന്യമായിട്ടിരിക്കുന്ന ആത്മചൈതന്യത്തിലേക്ക് തിരിച്ചിട്ടിരിക്കുകയാണ് മുഖം. എന്റെ ഉള്ളില്, എന്റെ ഹൃദയാകാശത്തില്, ആ സ്പേസിലിരിക്കുന്ന ആ ചൈതന്യത്തെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് അതിനെ തെരഞ്ഞ് കണ്ടെത്തുമ്പോഴാണ് നമ്മൾ അതിനെ പിന്നെ പുറത്തൊന്നും തിരയില്ല. പല പ്രാവശ്യം കണ്ട തെരഞ്ഞ സൂചിയുടെ കഥ. ഒരു വയസ്സായ മുത്തശ്ശി കണ്ണൊന്നും കാണില്ല, ഒരു സൂചി തരികയാണ് അവരുടെ കുട്ടിയുടെ പുറത്ത്. അപ്പൊ ധാരാളം അവിടെ പാഠശാലകളൊക്കെ ഉണ്ട്, യോഗ പാഠശാലകൾ. അവരൊക്കെ വന്ന് തിരയാണ് നാല് പുറത്തും. എന്താണ് തിരയണേ? എന്റെ ഈ ഒരു സൂചി പോയി ഇവിടെ. എവിടെയാ പോയത് സൂചി? അപ്പൊ അല്ല, ഇവിടെയാണോ പോയത് വെച്ചിട്ട് അവരൊക്കെ തിരയാൻ കൂടി, എവിടെയും കാണുന്നില്ല. അപ്പൊ എവിടെ മുത്തശ്ശിക്ക് ഓർമ്മ ഉണ്ടോ ഈ സൂചി പോയത് എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു അത്രേ, അതാ കുട്ടിയുടെ ഉള്ളിലാ പോയത്, ഇരുട്ടാണ് അവിടെ, അവിടെയാ പോയതെന്ന്. ഇവിടെ വെളിച്ചമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ തിരയണെന്ന്. അപ്പൊ അവര് ചിരിച്ചു പറഞ്ഞു അത്ര, കളിയാക്കിയിട്ട്. അയ്യയ്യേ, മുത്തശ്ശിക്ക് ഇത്രയും ബുദ്ധിയില്ലേ? അവിടെ പോയാ അവിടെ തിരയണ്ടേ, അവിടെ വെളിച്ചം കൊണ്ടുവരൂ, അപ്പൊ കാണുമല്ലോ അത് എന്ന് പറഞ്ഞത്രേ. ഇപ്പൊ മുത്തശ്ശി തിരിച്ചു ചോദിച്ചു അത്രേ, നിങ്ങളെ ഈ മൂർത്തികളും ഇതൊക്കെ വെച്ചിട്ട് ഇത്രയും കോലാഹലങ്ങൾ കൂട്ടിയിട്ട് ഇവിടെ ഈ യോഗികളാണെന്ന് പറഞ്ഞ് പൂജിക്കുന്ന എന്തിനാണ്? സ്വന്തം ഉള്ളിലല്ലേ കാണേണ്ടത്, അവിടെയല്ലേ വെളിച്ചം കൊണ്ടുവരേണ്ടത് എന്ന് തിരിച്ചു ചോദിച്ചു യോഗികളോട് എന്നാണ് പറയുന്നത്. അതാണ് അന്തർമുഖ സമാരാധ്യ എന്ന് പറഞ്ഞാൽ. പുറത്ത് തിരഞ്ഞാൽ കിട്ടില്ല, അകത്ത് തിരയണം. അപ്പോ എന്താണ് ഇവിടെ? സെൽഫ് റിയലൈസേഷൻ എന്നാണ് എന്നെ പറയാ. തന്നെ തിരിച്ചറിയാനുള്ള കഴിവാണ് അന്തർമുഖത്വം. തന്നെ, തന്റെ ആത്മാവിനെ, തന്റെ ചേതസ്സിനെ, കഴിഞ്ഞ നാമത്തിൽ കണ്ട ആ മുഗ്ധ എന്നുള്ള ചൈതന്യത്തെ തന്റെ ഉള്ളിൽ തിരിച്ചറിയാൻ കഴിയുന്നതാണ് ചത്തുപോകുന്നതിന് മുന്നത്തെ സത്ത്, അല്ലെങ്കിൽ പിന്നെ ശവമാകുന്നതിന് മുന്നത്തെ ശിവം. അത് തിരിച്ചറിയുന്നതാണ് എന്താണ്? ഈ അന്തർമുഖത എന്ന് പറയുന്നത്. അപ്പൊ ദേവി അങ്ങനെ അന്തർമുഖതയുള്ളവർക്കൊക്കെ സമാരാധ്യയാണ്. വളരെ നന്നായിട്ട് ദേവി അവർക്ക് ആരാധിക്കാൻ പറ്റും, അവർക്ക് പ്രത്യക്ഷമാവും ദേവി. ദേവി തന്നെയാണ് എന്തൊക്കെ? പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം ദേവി തന്നെയാണ്. അതുപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ, തന്റെ ശുദ്ധ ചൈതന്യവും ബ്രഹ്മമായിട്ടുള്ള ശുദ്ധ ചൈതന്യം ദേവി തന്നെയാണ്. പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം ദേവി തന്നെയാണ്. പിന്നെയോ എല്ലാം ദേവിമയം. എന്തൊക്കെ? ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ ദേവി തന്നെയാണ്, കർമ്മേന്ദ്രിയങ്ങളൊക്കെ ദേവി തന്നെയാണ്. ഇത് രണ്ടും ഉപയോഗിച്ച് ഈ ജീവാത്മാക്കൾ ചെയ്യുന്ന പ്രവൃത്തികളും അതുകൊണ്ട് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളും ഒക്കെ ദേവി തന്നെയാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അന്തർമുഖത്വം പ്രാപിച്ചു എന്നുള്ളതാണ്. പിന്നെ ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. അപ്പോ നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങളും മനസ്സും ബഹിർമുഖങ്ങളാണ്. അപ്പോ അന്തർമുഖത്വം വന്നാൽ ലോകമാതാവിനെ പിന്നെ ബാഹ്യക്രിയകൾ കൊണ്ട് ആരാധിക്കേണ്ടി വരില്ല. പിന്നെ തോത്താപുരി വന്ന് പരമഹംസരോട് പറഞ്ഞപ്പോ ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് കണ്ടോളാൻ പറഞ്ഞപ്പോ പിന്നെ ആവശ്യം വന്നില്ല. അങ്ങനെ പറിച്ചെടുത്ത് മാറ്റിക്കളഞ്ഞു ആ അഡിക്റ്റ് ആയിട്ടുള്ള ആ കാളിക ആരാധനയിൽ നിന്ന്. എന്നിട്ട് സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തി അദ്ദേഹം. അപ്പോ ശരിക്കും എന്താണ്? പിണ്ടാണ്ടസ്ഥമായ ശരീരത്തിലെ കുണ്ടലിനി ശക്തി തന്നെയാണ് ദേവി. നമ്മുടെ ഈ ശരീരത്തിലെ കുണ്ടലിനി ശക്തി തന്നെയാണ് ലളിതാ സഹസ്രനാമം. ഇത് തന്നെയാ പറഞ്ഞു തരുന്നത്. അതാ പറഞ്ഞത് മുക്തിദായകമാണ് ലളിതാ സഹസ്രനാമം എന്ന്, അല്ലെ? ദുർഗതി വിനാശിനെയാണ്. എന്താ, ഇതും ദുർഗതി വിനാശിനി തന്നെയാണ് മുക്തിയിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം തന്നാലേ മുക്തി കിട്ടുള്ളൂ. ഒരു ഒന്നുമില്ലാത്തവൻ പിന്നെ ആത്മീയത്തിലേക്ക് തിരിയാറിന് എപ്പോഴും പറയുന്നുണ്ട്. അത്യാവശ്യത്തിന് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാൾക്കാണ് പെട്ടെന്ന്, അയാൾക്ക് അത്യാഗ്രഹം വന്ന് പിന്നെയും വേണമെന്നാവാം, പക്ഷെ അദ്ദേഹത്തിനാണ് എന്തു പറ്റുള്ളൂ? പെട്ടെന്ന് ആത്മീയത്തിലേക്ക് തിരിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജന്മനാ കിട്ടണം ആ സിദ്ധി. അല്ലാതെ ഒരു ഗരീബായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പുവറായിട്ടുള്ള ഒരാള് ഞാൻ നാളെ മുതൽ ആത്മീയത്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് ഓരോ സ്റ്റേജും കഴിയണം. ആ തൃപ്തി വന്നാലെയാണ് ഇതല്ല എന്റെ തൃപ്തി, ഇതിന്റെ മുകളിലേക്ക് എനിക്ക് പോകണം എന്ന് വരുന്നത്. അപ്പോ ദേവി എന്താണ്? അന്തർമുഖ സമാരാധ്യ. അപ്പൊ അങ്ങനെയാണ് ആ പരമാനന്ദ ലഹരി അതറിയണം. അറിയാൻ കഴിഞ്ഞാൽ അന്തർമുഖത്വം വന്നു, പിന്നെ പുറത്തൊന്നും തിരയേണ്ട ആവശ്യമില്ല. അങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ ദേവി പ്രസാദിക്കും. അതാണ് അന്തർമുഖ സമാരാധ്യ. ഇനി 871 ബഹിർമുഖ സുദുർലഭ. അത് തന്നെ, പുറത്ത് പോയ ഉള്ളിൽ പോയ സൂചിയെ പുറത്ത് തെരഞ്ഞിട്ട് കാര്യമില്ല, വെളിച്ചമുള്ളിടത്ത് പോയി തെരഞ്ഞിട്ട് കാര്യമില്ല. വെളിച്ചം വേണ്ടത് ഉള്ളിൽ തന്നെയാണ്. സുദുർലഭ എന്ന് പറഞ്ഞാൽ സുലഭമായിട്ട് ദുർലഭ. പെട്ടെന്ന് മനസ്സിലാകുമ്പോൾ തോന്നും ബഹിർമുഖ സുദുർലഭനാവോ, ബഹിർമുഖന്മാർക്ക് നന്നായിട്ട് കിട്ടുന്നതാണ് കരുതുക. സുദുർലഭ സുലഭമായിട്ട് ദുർലഭയാണെന്ന് വെച്ചാൽ ഒട്ടും പ്രാപിക്കാൻ കഴിയാത്തവൾ. അന്തർമുഖതയ്ക്ക് വിപരീതമാണ്
ബഹിർമുഖ സുദുർലഭത, ബഹിർമുഖം എന്ന് പറയുന്നത്. അപ്പോ വിഷയാത്മകമായ മനസ്സാണ് ബഹിർമുഖത. മറ്റിടത്തോ ഉള്ളിലേക്ക് തിരിച്ച മുഖമാണ്. താൻ തന്നെ, തന്റെ ചൈതന്യം തന്നെയാണ് ബ്രഹ്മം, താൻ ബ്രഹ്മമാണെന്നറിയാ, ശിവോഹം എന്നറിയാ, അതാണ് അന്തർമുഖത. എന്നാലോ വിഷയാത്മകമായിട്ടുള്ള മനസ്സാണ് ബഹിർമുഖത. അപ്പോ ഇന്ദ്രിയ ചോദനകൾക്ക് വഴങ്ങിയിട്ട് ഇങ്ങനെ വിഷയസുഖങ്ങളില് കഷ്ടപ്പെട്ടിട്ടും സുഖിച്ചിട്ടും ഇങ്ങനെ മുങ്ങിത്താണ് പൊങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ബഹിർമുഖരുടെ ലക്ഷണം. അങ്ങനെയുള്ള ബഹിർമുഖർക്ക് ദുർലഭയാണ് ദേവി. ആ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോ എന്താണ് അവിടെ നമ്മുടെ നാരായണ ഗുരുദേവൻ പറഞ്ഞത് എന്തായിരുന്നു? കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം. കണ്ണുകൾ അഞ്ചുമുള്ളടക്കി, കണ്ണുകൾ അഞ്ച് പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങള്, അഞ്ചും ഉള്ളിലേക്ക് അടക്കണം. എന്നിട്ടോ തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം എന്നാണ്. ആ ചൈതന്യത്തെ കിട്ടണമെങ്കിൽ എന്നാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ബഹിർമുഖരായിട്ടുള്ളവർക്ക് സുദുർലഭയാണ് ദേവി, ബഹിർമുഖ സുദുർലഭ. ഇനി 163 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ത്രയീ ത്രിവർഗ നിലയാ ത്രിസ്താ ത്രിപുരമാലിനി നിരാമയാ നിരാലംബ സ്വാത്മാരാമാ സുധാശ്രുതി. ത്രയീ ത്രിവർഗ നിലയാ ത്രിസ്താ ത്രിപുരമാലിനി നിരാമയാ നിരാലംബ സ്വാത്മാരാമാ സുധാശ്രുതി. ഇവിടെ എത്ര നാമങ്ങളാണ്? 872 മുതൽ 879 വരെയുള്ള 8 നാമങ്ങളുണ്ട്. എത്രണ്ണം നമുക്ക് തീർക്കാൻ പറ്റും നോക്കാമെന്ന് അത്രയും ചെയ്യാം. ത്രയീ, ഈ ത്രിഗുണങ്ങളെ കുറിച്ച് നമ്മൾ ധാരാളം കണ്ടതാണ്, തുടക്കം മുതലേ കാണുന്നതാണ്. ത്രയീ, ത്രയീ എന്ന് പറഞ്ഞാൽ ശരിക്കും എളുപ്പത്തിൽ പറഞ്ഞ വേദങ്ങളാണ്. പ്രാധാന്യമുള്ള 3 വേദങ്ങള്, അവയെ ത്രയീ എന്ന് പറയുന്നു. ഏതൊക്കെയാണത്? ഋക്ക്, യജുസ്, സാമം. ഇതാണ് വളരെ പ്രാധാന്യമുള്ള 3 വേദങ്ങൾ. പിന്നെ ശുക്ല യജുർവേദം, കൃഷ്ണ യജുർവേദം അഡീഷണൽ ആയിട്ടുണ്ട്. അപ്പൊ ഈ 3 വേദങ്ങളാണ്, അതിനാണ് ത്രീ എന്ന് പറയാം. അതുപോലെ തന്നെ വേദങ്ങള്, ശ്രുതികള്, നിഗമങ്ങള്, ഇതിനെ 3നെയും കൂട്ടിയിട്ട് ഇതിനൊക്കെ പറയുന്ന പേരാണ് ത്രൈ എന്ന്. ഇത് ദേവിയുടെ സ്വരൂപം തന്നെയാണ്. ദേവി തന്നെയാണ് വേദങ്ങള് എന്ന്. സനാതനമാണ് വേദങ്ങള്, ആരും എഴുതി വെച്ചതല്ല, ഒരു ഋഷി മുനി ഒന്നും എഴുതിയതല്ല, സനാതനമാണ്. അതിനെ അവര് പകർത്തി തന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ ദേവി വേദസ്വരൂപിണിയാണ്. ഋക്ക്, യജുസ്, സാമം എന്നിവയായിട്ട് ദേവി വിളങ്ങുന്നു. അതുകൊണ്ട് ദേവി ത്രയീ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനിയോ ഇവിടെ കൂർമ്മ പുരാണത്തിലത്തെ ഒരു ശ്ലോകം നമുക്ക് നോക്കാം. മമൈവാന്യൈ പരാശക്തി വേദസംജ്ഞാ പുരാതനി ഋഗ് യജുസ്സാമരൂപേണ സർഗാദൗ സംപ്രവർത്തത. മമൈവാന്യ പരാശക്തി വേദസംജ്ഞാ പുരാതനി ഋഗ് യജുസ്സാമരൂപേണ സർഗാദൗ സംപ്രവർത്തത. എന്റെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. മമൈവ അന്യ പരാശക്തി, ഞാനല്ലാതെ അന്യമായിട്ട് എന്റെ മറ്റൊരു ശക്തിയുണ്ട്, പരാശക്തിയുണ്ട്. ദേവി തന്നെയാണ് പറയുന്നത് കൂർമ്മപുരാണത്തില്. കൂർമ്മപുരാണത്തിൽ ദേവി തന്നെ പറയുന്നതാണ്. എന്താണ് ശക്തി? വേദസംജ്ഞാ പുരാതനി, വേദം എന്ന പേരോട് കൂടിയിട്ടുള്ള സനാതനമായിട്ടുള്ള പുരാതനമായിട്ടുള്ള ഒരു ശക്തിയാണത്. വേദസംജ്ഞാ പുരാതനി ഋഗ് യജുസ്സാമരൂപേണ. എന്തൊക്കെയാണ്? ഋക്ക്, യജുസ്, സാമം എന്നിവയുടെ രൂപത്തിൽ ഉള്ള എന്താണ്? സർഗാദൗ സംപ്രവർത്തത, സൃഷ്ടിയുടെ ആദ്യത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, സൃഷ്ടിയോടൊപ്പം തന്നെ അറിവാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണത്. അതാണ് ഈ 3 വേദങ്ങള് എന്ന് ദേവി തന്നെ പറയാണ്. അപ്പോ ഇവിടെ ദേവി എന്താണ് പറഞ്ഞത്? മമൈവാന്യ പരാശക്തി, ഞാനല്ലാതെ മറ്റൊരു പരാശക്തി ഉണ്ട് എനിക്ക്, അതാണ് വേദങ്ങള് എന്നാണ് പറയുന്നത്. അപ്പൊ ദേവി എന്താണ്? ത്രൈ, ദേവി തന്നെയാണ് ഈ വേദങ്ങളായിട്ട് വരുന്നത്. ഇനി എവിടെയാണ്? വേദങ്ങൾക്ക് 3 കാണ്ഡങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെ കാണ്ഡങ്ങളാണ്? കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം. നമ്മൾ കണ്ടു. ശരിക്കും വേദങ്ങൾ പഠിപ്പിച്ചു തരുന്ന എന്താണ്? ബ്രഹ്മത്തിലേക്ക് നയിക്കുകയാണ്. ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ് വേദങ്ങൾ. ആ വേദങ്ങൾ പഠിച്ച് വേദങ്ങൾ എങ്ങനെ എന്ന കർമ്മകാന്ഡത്തിൽ വേദങ്ങൾ എന്താ പറഞ്ഞു തരുന്നത്? മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളുമാണ്. ആ മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും ഉപയോഗിച്ച് എങ്ങനെ എന്തൊക്കെ ചെയ്യണം, പ്രവൃത്തി എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരുന്നതാണ് കർമ്മകാന്ഡം. എങ്ങനെ കർമ്മം ചെയ്യണമെന്ന്.
കൃത്യമായിട്ട് വേദങ്ങള് ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോ അത് കർമ്മം ചെയ്യുന്നതിലായിരിക്കണം, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മം ചെയ്യണം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അത്. അപ്പോ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് എങ്ങനെ കർമ്മം ചെയ്യണമെന്നുള്ളതാണ് മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത്. ഇനി ഉപാസനാകാന്ഡം എന്ന് പറഞ്ഞ രണ്ടാമതൊരു കാണ്ഡമുണ്ട്. അതാണ് ആരണ്യകങ്ങളും. അതിന് ആണ് അത്. ആരണ്യകങ്ങൾ എന്താ പറഞ്ഞു തരുന്നത്? ഉപാസനാ വിദ്യകള് എങ്ങനെ ഉപാസിക്കണം ബ്രഹ്മത്തിനെ എന്നാണ് പറഞ്ഞു തരുന്നത്. എന്തില്? ഈ ഉപാസനാ കാണ്ഡത്തില് ആരണ്യകങ്ങളിലൂടെ. അപ്പോ മന്ത്രങ്ങള്, ബ്രാഹ്മണങ്ങള്, ആരണ്യകങ്ങള് മൂന്നും കഴിഞ്ഞു. ഇനി ജ്ഞാനകാന്ഡമുണ്ട് വേദത്തില്. അതിനുശേഷം ബ്രഹ്മത്തിനെ കാണിച്ചു തരുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മത്തെ പറഞ്ഞു തരുന്നുണ്ട്, ബ്രഹ്മത്തിലേക്ക് നയിക്കാൻ. അതെന്താണ്? ഉപനിഷത്തുകള്. ഉപനിഷത്തുകളിലെ ആ ജ്ഞാനം നിറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ വേദം തന്നെയാണത്. മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യങ്ങളും ഉപനിഷത്തുകളും വേദങ്ങൾ തന്നെയാണ്. ഈ മൂന്ന് കാണ്ഡങ്ങളില് വേദങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ടും വേദങ്ങൾക്ക് ത്രയീ എന്ന് പറയുന്നു. വേദങ്ങളിലെ പ്രകടമായിട്ടുള്ള ജ്ഞാനസ്വരൂപിണി ദേവിയാണ്. ആ ദേവി തന്നെയാണ് വേദങ്ങൾ. അതുകൊണ്ട് ത്രീ എന്ന നാമത്തിൽ ദേവി അറിയുന്നു. 872. 873 നാമം ത്രിവർഗനിലയ. ത്രിവർഗനിലയ, ത്രിവർഗം. വീണ്ടും ധർമ്മം, അർത്ഥം, കാമം. പുരുഷാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. 4 പുരുഷാർത്ഥങ്ങളാണ്. പക്ഷെ ത്രിവർഗം എന്ന് പറയും. മോക്ഷത്തെ ഒരിക്കലും അതിൽ കൂട്ടാറില്ല, അതിനെ വേറിട്ട് നിർത്തുക ചെയ്യുന്നത്. മോക്ഷം ആയി കഴിഞ്ഞാൽ പിന്നെ കർമ്മമില്ല. അപ്പൊ എന്താണ്? ധർമ്മവും അർത്ഥവും കാമവും എന്താണ്? ഭൗതികമാണ്. മോക്ഷമാണോ? പുരുഷാർത്ഥങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? വേദങ്ങളില് പുരുഷാർത്ഥത്തെ പറയുന്നത് പുരുഷൈഹി അർത്ഥ്യതേ ഇതി പുരുഷാർത്ഥ എന്നാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഉത്തമനായ മനുഷ്യൻ എന്താണോ അർത്ഥിക്കുന്നത് അതിനെ പുരുഷാർത്ഥം എന്ന് പറയുന്നു. അപ്പൊ ആദ്യത്തെ 3 ധർമ്മവും അർത്ഥവും കാമവും ത്രിവർഗം എന്ന് പറയുന്നു. ആ ത്രിവർഗമായിട്ടുള്ളതാണ് ദേവി ത്രിവർഗനിലയ എന്ന് പറയുന്നു. ഇനി മോക്ഷത്തെ എന്താണ് പറയുന്നത്? അപ്പോ പരമപുരുഷാർത്ഥമാണ് മോക്ഷം. പിന്നെ മോക്ഷം സംസാരത്തിന് പുറത്താണ്, അതേസമയത്ത് ആത്മീയമാണത്. അത് ത്രിവർഗമാണെങ്കിലോ ധർമ്മവും അർത്ഥവും കാമവും ഭൗതികമാണ്, സംസാരത്തിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് മോക്ഷത്തെ പരമപുരുഷാർത്ഥം എന്ന് പറയുന്നു, മറ്റുള്ള ത്രിവർഗത്തെ പുരുഷാർത്ഥം എന്നും പറയുന്നു. ഇതിനെ ധർമ്മത്തിനെയും അർത്ഥത്തിനെയും അത് മൂന്നും തരുന്നത് ആരാണ്? ദേവി തന്നെയാണ്. തന്റെ ഭക്തന്മാർക്ക് അർഹതയ്ക്കനുസരിച്ചിട്ട് ഇത് മൂന്നും കൊടുക്കും. എന്നിട്ട് അവരെ നയിച്ചിട്ട് മോക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോ ഇതിനൊക്കെ ഇനി എല്ലാ അവസ്ഥാത്രയങ്ങളേക്കും ത്രിവർഗം എന്ന് പറയും. ഇവിടെ ത്രിവർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ധർമ്മം, അർത്ഥം, കാമം എന്നുള്ള പുരുഷാർത്ഥങ്ങളിലെ ആദ്യത്തെ 3 എന്ന് മനസ്സിലാക്കുക. ആ ത്രിവർഗങ്ങൾക്ക്, ധർമ്മത്തിനും അർത്ഥത്തിനും കാമങ്ങൾക്കും, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മത്തിനും അർത്ഥത്തിനും കാമങ്ങൾക്കും നിലയമായിട്ടുള്ളവളാണ് ദേവി ത്രിവർഗ നിലയ. ഇനി ത്രിസ്ത, അടുത്ത നാമം. ത്രിസ്ത എന്ന് പറഞ്ഞാൽ ത്രീ എന്ന് പറഞ്ഞാൽ 3. ഇംഗ്ലീഷിലാണെങ്കിലും 3, സംസ്കൃതത്തിലാണെങ്കിലും 3. ത്രീ എന്ന് പറഞ്ഞാൽ 3. സ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവള്. അപ്പൊ 3 എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് കണ്ടതാണ് നമ്മള്. ത്രിപുടിയിലെ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ത്രിപുടി എന്ന് പറഞ്ഞാൽ ജ്ഞാതാവ്, ജ്ഞേയം, ജ്ഞാനം, കാര്യം, കാരണം, അതുപോലെ തന്നെ കർത്താവ്. ഇത് 3 ദേവി തന്നെയാണ്. അപ്പോ ത്രിമൂർത്തികളില് ബ്രഹ്മരുദ്ര ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് ദേവിയാണ്. ത്രിഗുണങ്ങൾ സത്വം, രജസും തമസ്സും ദേവിയാണ്. ത്രിവർഗങ്ങൾ ധർമാർത്ഥ കാമങ്ങൾ ദേവിയാണ്. ധർമ്മം, ആർത്ഥം, കാമം 3 ത്രിവർഗം എന്ന് കണ്ടു കഴിഞ്ഞു നമ്മള്. ത്രികാലങ്ങള് ഭൂതം, വർത്തമാനം, ഭാവി ദേവി തന്നെയാണ്. അവസ്ഥാത്രയങ്ങൾ ഇതൊക്കെ ത്രിപുടികളാണ്. അവസ്ഥാത്രയങ്ങൾ ഏതാണ്? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇതും ദേവി തന്നെയാണ്. ശരീരത്രയം ഏതൊക്കെയാണ് ശരീരങ്ങള്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഇതൊക്കെ നമ്മൾ കണ്ടു. മരിച്ചിട്ട് ബോഡി വിട്ടു പോയി കഴിഞ്ഞാലും എങ്ങനെയാണ് പണിഷ്മെന്റ് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ കണ്ടതാണ്. അപ്പോ സ്ഥൂല ശരീരം, ഇതൊക്കെ അവസ്ഥാത്രയങ്ങളും ദേവിയാണ്, ശരീരത്രയങ്ങളും ദേവിയാണ്. കൂടത്രയം കണ്ടതാണ്. കൂടത്രയ കളേബര എന്നുള്ള നാമം. വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം, ഇത് 3 കൂടത്രയങ്ങളും ദേവി തന്നെയാണ്. ശക്തിത്രയം ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി, അതും ദേവി തന്നെയാണ്. ഈ നാമങ്ങളൊക്കെ കണ്ടു നമ്മള്. അതുകൊണ്ട് ത്രിസ്ത എന്ന് വെച്ചാൽ എല്ലാ ത്രിപുടികളിലും എല്ലാം 3 സ്ഥിതി ചെയ്യുന്ന ദേവിയാണ്. ആ ദേവിക്ക് നമസ്കാരം. ത്രിസ്ത എന്നുള്ള. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഓം
പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.